ആ സമൂഹമാണ് നമ്മുടെ വിഷയമായി വരുന്നത്. വാസ്തവത്തിൽ ആ സമൂഹം ഏതൊരു മഹത്തായ ആദർശത്തെ പ്രതിനിധാനം ചെയ്യുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യേണ്ടതുണ്ടോ ആ മഹത്തായ ലക്ഷ്യത്തിലേക്ക് സാധ്യമായ ശക്തിയിൽ പ്രയാണം ചെയ്യുകയാണ് എന്റെയും നിങ്ങളുടെയും താല്പര്യം എന്നതിനാൽ അതിന് ഇസ്ലാമുമായും ബന്ധപ്പെടുത്താതെ തരമില്ലല്ലോ. ഇതുപോലെ ഇത്രയൊന്നും മുസ്ലിങ്ങൾ ലോകത്തില്ലാതിരുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മദ്രസത്തു റസൂൽ എന്ന് പിന്നീട് ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രവാചക കലാലയത്തിൽ പഠിച്ചു വളർന്ന ഇസ്ലാമിന്റെ അഖീദയും വിശ്വാസ പ്രമാണവും അനുഷ്ഠാന കർമ്മങ്ങളും സ്വഭാവ മര്യാദകളും സംസ്കാര വിശദാംശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രവാചകന്റെ ശിഷ്യന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല താല്പര്യങ്ങളാൽ കടന്നു ചെല്ലുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്ന ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഏറെ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു സാധുവായ സ്വഹാബി ഇസ്ലാം കൊണ്ട് അന്തസ്സ് ലഭിക്കുകയും അഅ്സറല്ലാഹു ഇസ്ലാം എന്ന അഭിമാനത്തോടെ പറയുകയും ചെയ്ത മഹാനായ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റേതായ ചരിത്രത്തിൽ കുത്തിവെച്ച ചില വാക്കുകളെ എന്റെ വികാരത്തിൽ കാണിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചോട്ടെ. അദ്ദേഹം പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന യസ്ദജറിന്റെ സർവ്വസൈന്യാധിപൻ ഉത്തമിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെല്ലുന്ന ഒരു നിമിഷമുണ്ട്. അദ്ദേഹം ദാഇയാണ്, ഇസ്ലാമിന്റെ പ്രബോധകൻ, ഈ മഹത്തായ ആദർശത്തിന്റെ പ്രതീതി, വിനീതനായ പ്രബോധകൻ. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം റുസ്തം ചോദിച്ചു, ലിമ ഖദിംതും ഇലൈനാ വബിമ ഖദിംതും, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? എന്താ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നത് എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഈ ലോകത്ത് ഏത് കാലത്തും ഏത് കാലക്കാരോടും ഏത് പ്രദേശത്തും ഏത് ജനവിഭാഗത്തോടും പറയാൻ നമുക്ക് അർഹതയുള്ള വാക്കുകൾ ഇസ്ലാം ആ മഹാനായ വ്യക്തിത്വത്തിലൂടെ നമുക്ക് പകർന്നു തന്ന സന്ദേശം. അല്ലാഹു തആല ലിഇഖ്റാജി മൻ ശാഅ മിൻ ഇബാദി മിൻ ഇബാദത്തിൽ ഇബാദ ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു വമിൻ ളീഖി ദുനിയ ഇലാ സഅത്തി ദുനിയ വൽ ആഖിറ വമിൻ ദൗലിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം. ആരാണ് ഇവിടെ വരാൻ ഞങ്ങളോട് പറഞ്ഞത് എന്നല്ലേ താങ്കൾ ചോദിച്ചത്? അള്ളാഹുവാണ് ഇവിടെ ഞങ്ങളെ എത്തിച്ചത്, അല്ലെങ്കിൽ ഇവിടേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചത്. താങ്കളോടും താങ്കളെ പോലുള്ളവരോടും ഇസ്ലാമിന്റെ സന്ദേശം പറയാൻ, പ്രഖ്യാപിക്കുവാൻ. ഈ ലോകത്തുള്ള മനുഷ്യരെ അള്ളാഹു മാത്രം ആരാധിക്കപ്പെടേണ്ട സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു മാത്രം ആരാധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അവരല്ലാത്തവരൊക്കെയും ആരാധിക്കപ്പെടുന്ന ദൂഷിത ചുറ്റുപാടിൽ നിന്ന് മോചിപ്പിക്കുവാൻ. അതിനാണ് അള്ളാഹു ഞങ്ങളെ പറഞ്ഞത്. സ്വാഭാവികമായി മഹത്തായ ഈ വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ജനപഥം, ഒരു പ്രദേശം, ഒരു ജനവിഭാഗം, അവിടെ ആ പ്രദേശത്ത് ആ ജനസമൂഹത്തിൽ ഒരുപാട് ഭൗതികമായ വികാസവും സാംസ്കാരികമായ പുരോഗതിയും നാഗരികമായ മുന്നേറ്റവും ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഈ ദുനിയാവിന്റെ വൈന്യവർക്കുന്ന മുഴുവൻ ശ്വാസമുട്ടിൽ നിന്നും, മുഴുവൻ ഞെരുക്കങ്ങളിൽ നിന്നും, മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും ഈ ദുനിയാവിന്റെയും പരലോകത്തേക്ക് നീണ്ടു നിവർന്നു നിറഞ്ഞു നിൽക്കുന്നതുമായ വിശാലമായ വിഹായത്തിലേക്ക്, മനസ്സിന്റെ വിശാലമായ തലങ്ങളിലേക്ക്, ഈ ലോകത്തിന്റെ വിശാലമായ മേൽപ്പുറങ്ങളിലേക്ക് മനുഷ്യരെ മോചിപ്പിച്ചെടുക്കുവാൻ. ലോകത്ത് എത്രയോ മതങ്ങൾ വന്നു, എത്രയോ മതങ്ങൾ അസ്തമിച്ചു, തിരിച്ചുപോയി, എത്രയോ മതങ്ങൾ പേരിന് നാമമാത്രമായി നിലനിൽക്കുന്നു. പക്ഷേ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പ്രതിവിധി ചൊല്ലുവാൻ, മനുഷ്യന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമേകുവാൻ, മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ദീൻ എന്ന നിലയ്ക്ക് മനുഷ്യരിൽ കടന്നു വരികയും മനുഷ്യരോട് അധർമ്മം കാണിക്കുകയും ചെയ്ത എല്ലാ മതങ്ങളുടെയും അന്യായസ്ഥിതിയിൽ നിന്ന് ഇലാ അദ്ലിൽ ഇസ്ലാം,
ഇസ്ലാമിന് മാത്രം സ്വന്തമായുള്ളതും ഇസ്ലാമിന് മാത്രം ഞങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ ആയത്ത്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. തങ്ങളുടെ രക്ഷിതാവിന്റെ അനുവാദത്തോടെ അവന്റെ അനുഗ്രഹാവസ്ഥകളോടെ സ്തുത്യർഹനും ആദരണീയനുമായ ആ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെ മോചിപ്പിക്കുവാൻ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചത് നാമാണ്. അഥവാ നിനക്ക് അവതരിപ്പിച്ചതത്രേ ഈ വേദഗ്രന്ഥം. പ്രിയപ്പെട്ടവരെ, ആ വേദഗ്രന്ഥത്തിന്റെ അവകാശികൾ അത് സത്യമാണെന്നതിൽ സംശയമില്ല, അത് ന്യായമാണെന്നതിൽ സംശയമില്ല, അത് ശാന്തിയാണെന്നതിൽ സംശയമില്ല, അത് ജീവിതത്തിന് പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് അത്താണിയാണ്, പരിഹാരമാണ്, ഉത്തരമാണ്, അതിൽ സംശയമില്ല. ആ മഹത്തായ മതത്തിന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് നാം അഭിമാനത്തോടെ ഇസ്ലാം ദിയാനത്തിന നമ്മുടെ ആദർശ ബോധത്തിന്റെ ഭാഗമായി ഈ മഹത്തായ മതത്തിന്റെ പേരിൽ നാം അഭിമാനിക്കുന്നു. ഇന്നത്തെ ലോകം, നാം ജീവിക്കുന്ന പരിസരം, നാം കഴിയുന്ന ചുറ്റുപാട് തീർച്ചയായും ആധുനികമാണ്, അപകടകരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ആരാണ് വേദനിക്കാത്തത്? ആർക്കാണ് ജീവിതം മനമെടുക്കാത്തത്? എത്ര പേരുണ്ട് സ്വൈരത്തോടെ സമാധാനത്തോടെ ഈ ഭൂമുഖത്ത് പിറന്നു വരുന്നവർ? മൂല്യനിരാസത്തിന്റെ പേരിൽ അധാർമികതയുടെ സദാചാര തകർച്ചയുടെ പാതാള കുണ്ടിലാണ് ഇന്ന് മാനവരാശി ഉഴവുന്നത്, പെട്ടുഴയുന്നത്, കഷ്ടപ്പെടുന്നത്. അതൊരു ഭാഗം മാത്രമാണ്.